Good morning friends, welcome back to our YouTube channel Cascade of Maths. So ഇന്നത്തെ വീഡിയോ ഗണിതമേളയിലെ LP തലത്തിലെ നമ്പർ ചാർട്ട് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 3 നമ്പർ ചാർട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ അഡിഷൻ ചാർട്ട്, മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട് ആൻഡ് ഡിവിഷൻ ചാർട്ടാണ് 3 എണ്ണം. നമുക്ക് മൂന്നും വിശദമായിട്ട് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് അഡിഷൻ ചാർട്ട്. അഡിഷൻ ചാർട്ട് അഥവാ സങ്കലന പട്ടിക. ഈ ചാർട്ടിലൂടെ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് കുറേയേറെ സംഖ്യകളുടെ സങ്കലനം, അതായത് അഡിഷൻ ഒറ്റ നോട്ടത്തിൽ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളൊരു ഐഡിയ ആണ്. സാധാരണ രീതിയിൽ നമ്മൾ അഡിഷൻ ചെയ്യുമ്പോൾ ഒന്നുകിൽ എഴുതി നോക്കും, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സംഖ്യകളാണെങ്കിൽ മനസ്സിൽ കൂട്ടി നോക്കുകയാണ്. ഈ ഒരു ചാർട്ട് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഒന്നിലധികം അല്ലെങ്കിൽ വേറെ കുറേ സംഖ്യകളുടെ അഡിഷൻ ആൻഡ് അതിൻ്റെ ആൻസേഴ്സ് നമുക്കിതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 10 തൊട്ട് 22 വരെയുള്ള സംഖ്യയും ടോപ്പ് ടു ബോട്ടം മുകളിൽ നിന്ന് താഴോട്ട് എടുത്തിരിക്കുന്നത് 11 തൊട്ട് 22 വരെയുള്ള സംഖ്യയുമാണ്. ഇവരെ യോജിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡിഷൻ അഥവാ സങ്കലനത്തിന്റെ ചിഹ്നമാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന മൊത്തം അഡിഷൻ ആയിരിക്കും ആണല്ലോ. ഇനി നോക്കിക്കേ, ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഈ 10 തൊട്ട് 22 വരെയുള്ള സംഖ്യകളോട് അഡിഷൻ ചിഹ്നമാണ്. സംഖ്യകളോട് അഡിഷൻ ചിഹ്നമായതുകൊണ്ട് ഞാൻ 11 ഓരോന്നിനോടും കൂട്ടുകയാണ്. 10 തൊട്ട് 22 വരെയുള്ള സംഖ്യകളോട് ഞാൻ 11 കൂട്ടി വരുമ്പോഴുള്ള ഉത്തരമാണ് ഈ നിരയിൽ എഴുതിയിരിക്കുന്നത്. നോക്കിക്കേ, 10 പ്ലസ് 11 21, 11 പ്ലസ് 11 22, 12 പ്ലസ് 11 23, അങ്ങനെ 22 പ്ലസ് 11 33. 10 മുതൽ 22 വരെയുള്ള സംഖ്യകളോട് 11 കൂട്ടുമ്പോൾ ഉള്ള ഉത്തരം തുകയാണ് ആദ്യത്തെ നിരയിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. ഇവരുടെ തുക ആയതുകൊണ്ടാണ് കളർ കൊടുത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇനി അതുപോലെ രണ്ടാമത്തെ എടുത്താൽ 10 തൊട്ട് 22 വരെയുള്ള സംഖ്യകളോട് 12 ഞാൻ കൂട്ടുമ്പോഴുള്ളതാണ് ഈ രണ്ടാമത്തെ നിരയിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. 10 പ്ലസ് 12 22, 11 പ്ലസ് 12 23, 12 പ്ലസ് 12 24, 13 പ്ലസ് 12 25, അങ്ങനെ 22 പ്ലസ് 12 34 വരെ. ഇനി മൂന്നാമത്തെ എടുത്താലോ, 10 തൊട്ട് 22 വരെ ഉള്ളതിനോട് 13 കൂട്ടുകയാണ്. അതിൻ്റെ തുകകളാണ് ഈ 13 നേരെയുള്ള നിരകളിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതുപോലെ ഓരോന്നിനോടും ഓരോ സംഖ്യ, ഈ 10 തൊട്ട് 22 വരെ എഴുതിയിരിക്കുന്ന സംഖ്യകളോട് ഇവിടുത്തെ ഓരോ സംഖ്യകളും കൂട്ടിയിട്ട് കിട്ടുന്ന തുകയാണ് ആ ഓരോ സംഖ്യയ്ക്കും നേരെയായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇത് ഒറ്റ നോട്ടത്തിൽ പെട്ടെന്നുള്ളൊരു കണ്ടുപിടുത്തമാണ്. ഇനി ഇതിൽ എനിക്ക് ഇതൊരു ഓർഡറിലാണ് നമ്മൾ കൂട്ടി എഴുതിയിരിക്കുന്നത് അല്ലേ. 10 പ്ലസ് 11, 11 പ്ലസ് 11, 12 പ്ലസ് 11, ഒരു ഓർഡറിലാണ്. എനിക്കിനി ഈ ചാർട്ടിൽ നിന്ന് ഇടയ്ക്കുന്നുള്ള 2 സംഖ്യകളുടെ തുക വേണം കാണാൻ. ഇപ്പൊ 18 പ്ലസ് 19 വേണം എനിക്ക് കാണാൻ. 18 പ്ലസ് 19 ഒറ്റ നോട്ടത്തിൽ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്നല്ലേ. ഒറ്റ നോട്ടത്തിൽ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ ഇത് 18, ഇതാണ് 19. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവർ രണ്ടുപേരും ഒരുമിച്ച് എവിടെ കൂട്ടിമുട്ടുന്നു അതായിരിക്കും 18 പ്ലസ് 19ന്റെ ഉത്തരം. ഇപ്പോൾ ഞാൻ ഒരു സ്കെയിലും പെൻസിലും വെച്ച് വരച്ച് കാണിച്ചു തരാം. ഇത് 18, ഇത് 19 ആണല്ലോ. 18നെ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ച് ഇങ്ങനെ വരച്ചാൽ ഇവിടെയാണ് 19 നീല കളറാണ്. ഇവിടെയാണ് നീല നിൽക്കുന്നത്. ഇവിടെ എത്തി. 19 ഇപ്പുറത്തോട്ട് വരയ്ക്കുമ്പോഴും ഇവർ നിൽക്കുന്നത് 37ലാണ്. അപ്പോൾ 18 പ്ലസ് 19 എന്ന് പറയുന്നത് ഒരുമിച്ച് കൂട്ടിമുട്ടുന്നത് 37ലാണ് ആണല്ലോ. ഇനി ഇതുപോലെ മറ്റൊരു സംഖ്യ ഞാൻ എടുക്കുവാണ്. 16ഉം 20ഉം ഞാൻ എടുത്താലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. 20 എന്ന് പറയുന്നത് പിങ്ക് കളർ കോളമാണ്. ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കളറുകൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ 16ഉം 20ഉമാണ്. 20 പിങ്ക് ആണ്. എൻ്റെ 16 വന്ന് ഇങ്ങനെ നിൽക്കുന്നത് എവിടെയാണ്? 16 വന്ന് പിങ്കിൽ നിൽക്കുന്നത് ഇവിടെ വന്ന് നിന്നു 36. 20ഉം അവിടെ. അപ്പോൾ 16 പ്ലസ് 20 എന്ന് പറയുന്നത് 36ലാണ് വന്ന് നിൽക്കുന്നത്. താഴെന്ന്
ഈ സൈഡിൽ നിന്ന് ഇവരെങ്ങനെയാണോ അതെ ഒരു എൽ ഷേപ്പ് പോലെയാണ് എൻ്റെ ചെസ്സിൽ കുതിര പോകുന്ന പോലെ ഒരു എൽ ഷേപ്പിൽ വന്ന് ജോയിൻ ചെയ്യുന്നത് എവിടെയാണോ ആ ഉത്തരമായിരിക്കും എന്ത് അവരുടെ തുക എന്ന് പറയുന്നത്. ഇതാണ് അഡിഷൻ ചാർട്ടിൻ്റെ അതായത് സങ്കലന പട്ടികയുടെ പ്രത്യേകത. ഇതേ സങ്കലന പട്ടിക ഉപയോഗിച്ച് തന്നെ നമുക്കിനി എന്ത് ചെയ്യാം, സബ്ട്രാക്ഷൻ ചാർട്ട് അഥവാ വ്യവകലന പട്ടികയും നമുക്ക് കാണാൻ കഴിയും. എന്താണ് അഡിഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വിപരീതമായിട്ട് വരുന്ന ഒരു ഓപ്പറേഷൻ അല്ലേ സബ്ട്രാക്ഷൻ. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒരു തുകയും ആ തുക രണ്ട് സംഖ്യകളുടെ തുക ആയിരിക്കുമല്ലോ ഈ അഡിഷൻ എന്ന് പറഞ്ഞാൽ. അതിൽ ഒരു തുകയും മറ്റൊരു സംഖ്യയും തന്നിട്ടുണ്ട്. അതിലിനി മിസ്സിങ് ആയ സംഖ്യയാണ് നമുക്ക് കാണേണ്ടതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് കാണാം. എനിക്ക് തന്നിരിക്കുന്നത് 30ഉം 14ഉമാണെന്ന് കരുതിക്കോളും. 30ഉം 14ഉമാണ് എനിക്ക് തന്നിരിക്കുന്നത്. 30 തുകയും കാണുന്നതിൽ ഒരു സംഖ്യ 14ഉമാണ് എങ്കിൽ കാണാനുള്ള സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദേ നോക്കിക്കേ, ഇതുപോലെ വരച്ച് ചെയ്താൽ മതി. 30ഉം 14ഉം ഇങ്ങനെയല്ലേ കൂട്ടിമുട്ടുന്നത്. ഇനി എന്താണ് ഈ 30 എന്താണ് ഈ സൈഡിലോട്ട് എവിടെയാണ് കൂട്ടിമുട്ടുന്നത്? ഈ 30 വന്ന് കൂട്ടിമുട്ടുന്നത് നമ്മുടെ 16ലാണ് അല്ലേ. 16ആണ് ഇവിടെ നിന്ന് 30ലോട്ട് പോകുന്നത്. സോ 30 തുകയും 14 ഒരു സംഖ്യയുമാണെങ്കിൽ അവിടെ മിസ്സിങ് ആയിപ്പോയ സംഖ്യ എന്ന് പറയുന്നത് 16ആണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് തിരിച്ചിട്ട് നോക്കിയാലും മതി. 16 + 14 30. ഇനി ഒരു സംഖ്യ കൂടെ നോക്കാം. തന്നിരിക്കുന്നത് എനിക്ക് എന്താണ് 35 തന്നിട്ടുണ്ട്, 35ഉം തന്നിട്ടുണ്ട്, 20ഉം തന്നിട്ടുണ്ട്. 35ഉം 20ഉം രണ്ടാമത്തെ സംഖ്യയാണ് കണ്ടുപിടിക്കാനുള്ളത്. അതും ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാൽ മതി. 20ഉം 35ഉം ഇവിടെ മീറ്റ് ചെയ്തു. 35 ഒരു പച്ച കളറാണ്. പച്ച കളർ എങ്ങോട്ടാണ് ഇരിക്കുന്നത്? നേരെ ഇരിക്കുന്നത് ദേ 15ന്റെ നിരയിലാണ് പച്ച കളർ ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് 20 35 തന്നിട്ടുണ്ട്, മിസ്സിങ് ആയിപ്പോയ നമ്പർ 15ആണ്. ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാലും മതി. 20 + 15 35. അപ്പോൾ നമുക്ക് കാണാനുള്ള സംഖ്യ എന്ന് പറയുന്നത് 15ആണ്. ഓക്കെ ആണല്ലോ. സോ നമ്മൾ എന്താണ് അഡിഷൻ ചാർട്ട് അഥവാ സങ്കലന പട്ടികയിൽ നിന്ന് സങ്കലനം മാത്രമല്ല സബ്ട്രാക്ഷൻ ചാർട്ട് കൂടി കണ്ടു. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ സാധാരണ ഒരു മത്സരത്തിന് പോകുമ്പോൾ 3 ചാർട്ടാണ് നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ളത്. 3 ചാർട്ടിൽ ഒരെണ്ണം ഞാൻ ഇന്നിവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, അഡിഷൻ ചാർട്ട്. ഇതിപ്പോൾ ഞാൻ ഒരു കുഞ്ഞു പേപ്പറിൽ എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് കുഞ്ഞായിട്ട് എഴുതിയിരിക്കുന്നത്. നമ്മൾ അവിടെ പ്രോഗ്രാമിന് പ്രസന്റ് ചെയ്യുമ്പോൾ വലിയ ചാർട്ടിൽ ചെയ്യുമ്പോൾ എന്താണ് വലുതായിട്ട് വരയ്ക്കുകയും കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് ബോർഡറൊക്കെ കൊടുത്ത് നല്ല രസത്തിലൊക്കെ എഴുതി എന്താണ് കളർഫുള്ളായിട്ടൊക്കെ എഴുതി കുറച്ചുകൂടെ വലിയ ബോക്സസിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ 10 തൊട്ട് 22 വരെ എടുത്തിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് തൊട്ടാണ് എടുക്കാൻ താല്പര്യം അങ്ങനെ നിങ്ങൾക്കും എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചാർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ചാർട്ടിലേക്ക് മാറാം. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാർട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട് അഥവാ ഗുണന പട്ടിക എന്ന് പറയുന്നത്. ഇതും എന്തായിരുന്നു അഡിഷൻ ചാർട്ട് പോലെ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലെ പ്രത്യേകത എന്തുവാണ്? ലെഫ്റ്റ് ടു റൈറ്റ് 1 തൊട്ട് 13ഉം ടോപ്പ് ടു ബോട്ടവും 1 തൊട്ട് 13ഉമാണ്. പക്ഷെ ഇവിടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അഡിഷന് പകരം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഗുണനം അഥവാ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, എന്താണ് ഗുണനം അഥവാ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മൾ സാധാരണ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാനായിട്ടൊക്കെ എഴുതി വെക്കുന്നത് എങ്ങനെയാണ്? 2ന്റെ ടേബിൾ ഒരു ബോക്സിൽ, 3ന്റെ ടേബിൾ ഒരു ബോക്സ്, 4ന്റെ ടേബിൾ ഒരു ബോക്സ്. അതായത് ഇതുപോലെ അല്ലേ. ഓരോന്നും പ്രത്യേകമായിട്ടാണ് എഴുതുന്നത്. ഓരോ ടേബിൾ ഓരോ ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അത് എന്ന് പറയുന്നത് എന്താണ്, കുറേ നേരം ഇരുന്ന് ഓരോന്നായിട്ട് നോക്കി പഠിക്കേണ്ടി വരും. നമ്മളിങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഒരു ഗുണന പട്ടിക തയ്യാറാക്കി വെച്ചിരുന്നത് ഇതുപോലൊരു ചാർട്ട് നമ്മൾ തയ്യാറാക്കി എന്താണ് ഉപയോഗം എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, അധികം സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ 1ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് എല്ലാവർക്കും അറിയാം. 1 × 1 1, 2 × 1 2, 3 × 1 3 എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഈ പട്ടിക ടേബിളിലോട്ട് നോക്കിയേ. 1 × 1 1, 1 × 2 2, 1 × 3 3, 1 × 4 4, 1 × 5 5, അങ്ങനെ 1 × 13 13. ഒറ്റ നോട്ടത്തിൽ എന്നോട് ചോദിക്കുമോ 1 × 8 പറഞ്ഞാൽ 1 × 8 8 എന്ന് ഞാൻ പറയും.
ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി 2ന്റെ ഗുണന പട്ടിക എടുത്ത് 2ന്റെ എടുത്താലോ, 2 × 1 2, 2 × 2 4, 2 × 3 6, 2 × 4 8, 2 × 5 10. നമ്മൾ നേരത്തെ എന്താണ് ചെയ്തതുപോലെ തന്നെയാണ്. അതാണ്ട് 2 × 5 അല്ല, അതെവിടെയാണ് വന്ന് നിൽക്കുന്നത്? ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ 10, 5 എടുക്കുമ്പോൾ ഇവിടെ 10, ഒരുമിച്ച് വരുന്നത് 10. അപ്പോൾ 2 × 5 10. ഇതുപോലെ 3 എടുക്കുവാണെങ്കിൽ 3 × 1 3, 3 × 2 6, 3 × 3 9, 3 × 4 12. ഇതുപോലെ എന്താണ് 13 വരെ ഉള്ളതിൻ്റെ ഗുണന പട്ടിക എനിക്ക് ഒറ്റ ചാർട്ടിൽ ഒറ്റ നോട്ടത്തിന് മനസ്സിലാക്കാൻ രീതിയിലാണ് ഇത് സഹായിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? 2 സംഖ്യകളുടെ ഗുണനഫലം കണ്ടുപിടിക്കാൻ സഹായിക്കും. വളരെ വേഗത്തിൽ നമുക്കെന്താ ഇന്ന് ആലോചിക്കുകയൊന്നും വേണ്ട, ഒറ്റ നോട്ടത്തിൽ വളരെ വേഗത്തിൽ ഗുണനഫലം കണ്ടുപിടിക്കാൻ സഹായിക്കും. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഓരോ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന് ഡിഫറെൻ്റ് ആയിട്ട് ബോക്സ് വരയ്ക്കുന്നതിന് പകരം ഒറ്റ ചാർട്ടിൽ ഒറ്റ പേജിൽ കാര്യം കഴിയുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. ഇതിന്ന് മറ്റൊരു ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സംഖ്യയുടെ ഗുണിതങ്ങളും ഒറ്റ നോട്ടത്തിൽ കിട്ടും. ഇപ്പൊ ഞാൻ 6ന്റെ എടുത്താൽ 6 12 18 24 30 36 42 അതെല്ലാം ഒറ്റ കോളത്തിൽ അല്ലെങ്കിൽ ഒറ്റ റോയിൽ കിട്ടും. ഇപ്പൊ നമ്മൾ എന്താണ് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുകയാണെങ്കിൽ 6ന്റെ ഗുണിതം ഇങ്ങനെയും കിട്ടും, ലെഫ്റ്റ് നിന്ന് റൈറ്റോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയും കിട്ടും. ഇനി വേറൊരു ഇതെന്ന് വെച്ചാൽ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്യാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അതിന് സ്ക്വയർ എന്നല്ലേ പറയുന്നത്. ഇപ്പം ഞാൻ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ഉത്തരം 4 ആണ്. 2നെ 2 കൊണ്ട് ചെയ്താൽ 4. അപ്പോൾ ആ സംഖ്യകൾ ഒരേ സംഖ്യയെ ആ സംഖ്യയോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് അവരിങ്ങനെ ഡയഗണലി പൊക്കോണ്ടിരിക്കും. 1 തുടങ്ങി 169 വരെ ഡയഗണലിയാണ് അവർ പോകുന്നത്. ഇതിൽ ഞാൻ സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല. നിങ്ങൾ ചാർട്ട് തയ്യാറാക്കുമ്പോൾ ഈ സ്ക്വയർ വരുന്ന നമ്പേഴ്സിന് എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ഒരു കളറിൽ ഡയഗണലി കാണിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. നമുക്ക് നോക്കാം 13 × 13 13 ഇങ്ങറ്റം 13 13 × 13 169 ആണ്. അതുപോലെ 10 × 10 10 10 × 10 100 ആണ്. അതുപോലെ 6 × 6 6 × 6 36. അപ്പോൾ സ്ക്വയർ നമ്പേഴ്സ് എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ചാർട്ടിൻ്റെ അഥവാ എന്താണ് ഗുണന പട്ടികയുടെ ഡയഗണലി അങ്ങ് പോകും. നമുക്ക് എല്ലാവർക്കും അറിയാം മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഗുണനം എന്ന് പറയുന്നത് റിപ്പീറ്റഡ് അഡിഷൻ ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ 5 × 2 ആണ് 10 അല്ലേ? 5 × 2 ആണ് 10 എന്ന് പറയുന്നത്. അതായത് 5നെ 2 വട്ടം ആഡ് ചെയ്യുന്നതാണ് 10 എന്ന് പറയുന്നത്. 5 + 5 ആണ് 10. 5 + 5 ആണ് 10. അപ്പോൾ 5നെ 2 വട്ടം ആഡ് ചെയ്യുന്നത് 10 ആണ്. 5 + 5 10. അതിന് പകരം ഒറ്റ വരിക്ക് നമുക്ക് ചെയ്യാനാണ് ഗുണിതം, റിപ്പീറ്റഡ് അഡിഷൻ. 3നെ 6 വട്ടം എനിക്ക് കൂട്ടണം. അതെങ്ങനെ നമ്മൾ സാധാരണ രീതിയിൽ കൂട്ടുന്നത്? 3 + 3 + 3 + 3 അങ്ങനെയല്ലേ 3നെ 6 വട്ടം കൂട്ടുന്നത്. അതിന് പകരം നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ഇട്ട് 3 × 6 18 എന്ന് നമുക്ക് എഴുതാം. അതാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് അഡിഷൻ ആണ്. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ നമ്പർ ചാർട്ടിന്റെ രണ്ടാമത്തെ ചാർട്ട്. ഈ ചാർട്ട് ഞാൻ കുഞ്ഞു പേപ്പറിലാണ് നിങ്ങൾ ചാർട്ടായിട്ട് പ്രസന്റ് ചെയ്യപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വലുതായിട്ട് വരച്ച് ഭംഗിക്ക് സ്കെച്ചൊക്കെ കൊടുത്ത് സ്ക്വയർ നമ്പേഴ്സിനെ ഡയഗണലി സെപ്പറേറ്റ് കളർ ചെയ്യുകയും ബാക്കി നമ്പേഴ്സിനെ ഒരുപോലെ കളർ ചെയ്യുകയും ഞാൻ ഈ സൈഡിലാണ് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ സൈഡിലല്ല, നിങ്ങൾ ടോപ്പിൽ തന്നെ, എനിക്കിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ടോപ്പിൽ തന്നെ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട് എന്നൊക്കെ വലുതായിട്ട് എഴുതി ബോർഡറൊക്കെ കൊടുത്ത് നല്ല ഭംഗിക്ക് ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് രണ്ടാമത്തെ ചാർട്ട്. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ചാർട്ട് ഉണ്ട്. മൂന്നാമത്തെ ചാർട്ട് എന്ന് പറയുന്നത് ഡിവിഷൻ ചാർട്ടാണ്. ഡിവിഷൻ ചാർട്ട് അഥവാ ഹരണപ്പട്ടിക. നമ്മുടെ മൂന്നാമത്തെ ചാർട്ടാണ് ഇത് എന്ന് പറയുന്നത് ഡിവിഷൻ ചാർട്ട് അഥവാ ഹരണപ്പട്ടിക എന്ന് പറയും.
നമ്മൾ ഒരു സംഖ്യേനെ എപ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ റെഗുലർലി എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വലിയ സംഖ്യയൊക്കെ ലോങ് ഡിവിഷൻ പോലെയൊക്കെ ഡിവൈഡ് ചെയ്തെടുക്കുക. ഇതിന് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ വലിയൊരു ചാർട്ടായിട്ട് ഞാൻ തൽക്കാലം പ്രസൻറ്റ് ചെയ്യുകയാണ്. ഇതിലൂടെ നമുക്ക് എന്താണ് കുറേ സംഖ്യകളുടെ ഡിവിഷൻ കുറച്ച് എളുപ്പത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഞാൻ ഈ ലെഫ്റ്റ് ടു റൈറ്റ് എടുത്തേക്കുന്ന ഈ മുകളിൽ എടുത്തേക്കുന്ന 1 തൊട്ട് 12 വരെയുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഡിവൈസറാണ്. ഈ ഡിവൈസറിൻ്റെ മലയാളത്തിൽ ഞാൻ പറയും ഹാരകം എന്ന് പറയും. ഈ നമ്പർ ഈ 1 തൊട്ട് 12 വരെ ഉള്ളത് ഡിവൈസർ അഥവാ ഹാരകവും, ഈ നടുക്ക് കളർഫുള്ളായിട്ട് ഞാൻ കൊടുത്തേക്കുന്നതൊക്കെ എൻ്റെ ഡിവിഡൻഡ് അഥവാ ഹാര്യവുമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് ജസ്റ്റ് ഇത് എങ്ങനെയാണ് ഡിവിഷൻ പോണേന്ന് നോക്കാം. ഈ 1നെ ഞാൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 1 കിട്ടി. ദേ ഈ 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 1 കിട്ടി. ഈ 1 എന്ന് പറയുന്നത്, ഈ ഉത്തരമായി കിട്ടുന്ന 1 എന്ന് പറയുന്നത് ഹരണഫലമാണ്. ഒരു എന്താ ഹാര്യത്തെ ഹാരകം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് ഹരണഫലം. അതായത് ഡിവിഡൻഡിനെ ഡിവൈസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഹരണഫലം അഥവാ അതിനെ ഇംഗ്ലീഷിൽ കോഷ്യന്റ് എന്ന് പറയും. ഈ 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 1 കിട്ടി. ഇനി ഈ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് ഉത്തരം 2 കിട്ടിയത്. അതുപോലെ ഈ 9നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഉത്തരം 3 കിട്ടി ആണല്ലോ. ഇനി ഞാൻ എടുക്കുക, ഈ 15നെ ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ്? ഈ 15 ഇവിടെയാണ് വന്നേക്കുന്നത്. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങോട്ട് 3ആണ്. അപ്പോൾ 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് ഉത്തരം 3 കിട്ടി. ഇതുപോലെ 30നെ ഞാൻ എന്ത് ചെയ്യുന്നു? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ 30നെ ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കോഷ്യന്റ് അഥവാ ഹരണഫലമായിട്ട് കിട്ടുന്നത് എന്തായിരിക്കും? ഇങ്ങോട്ട് നോക്കുക, അത് എവിടെയാണോ നേരത്തെ എല്ലാം നോക്കിയ പോലെ എന്താ കോയിൻസ് നോക്കുമ്പോൾ 5ആണ് ഉത്തരം വരുന്നത്. ഇനി 30നെ 6 കൊണ്ട് എന്താണ് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് ഹരണഫലമായിട്ട് കിട്ടിയത് 5ആണ്. അപ്പോൾ ഏതൊരു സംഖ്യേനെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്താണ്? ഒരു ഹരണഫലം കിട്ടാറുണ്ട്. അത് എളുപ്പത്തിന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇപ്പോൾ ഒരു വലിയ സംഖ്യയാണ്, ഞാൻ എന്ത് ചെയ്യണം? ഈ 132 എന്ന് പറയുന്ന സംഖ്യ, ഈ 132 എന്ന് പറയുന്ന സംഖ്യയെ ഞാൻ 12 കൊണ്ട് ഹരിക്കുകയാണ്. 132നെ എത്ര കൊണ്ട് ഹരിക്കുകയാണ്? 12 കൊണ്ട് ഹരിക്കുകയാണ്. 132നെ 12 കൊണ്ട് ഞാൻ ഹരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഹരണഫലം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇങ്ങനെ പോകുമ്പോൾ 11, ഈ റോ നോക്കി പോകുമ്പോൾ 11 ആയിരിക്കും. 132നെ 12 കൊണ്ട് ഹരിച്ചപ്പോൾ 11 എന്ന ഹരണഫലം നമുക്ക് ഉത്തരമായിട്ട് കിട്ടി. ഓക്കെ ആണല്ലോ. ഈ ഹരണ പട്ടികയിൽ നിന്ന് മറ്റൊരു കാര്യം നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ 3 നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റി റൂളും കൂടെ നമുക്ക് കിട്ടും. ഇപ്പോൾ 2ന്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കുവാണെങ്കിൽ എന്താണ്? യൂണിറ്റ് പ്ലേസിൽ 2 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന ഏതൊരു സംഖ്യയുടെ യൂണിറ്റ് പ്ലേസിൽ എപ്പോഴും 2, 4, 6, 8, 0 എന്ന നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. അതുപോലെ എന്താണ്? 5ന്റെ ഡിവിസിബിലിറ്റി റൂൾ എടുത്താൽ 5 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന ഒരു സംഖ്യയുടെ യൂണിറ്റ് പ്ലേസിൽ എപ്പോഴും 5, 0 ആയിരിക്കും വരുന്നത്. നോക്കിക്കേ, 5, 0, 5, 0 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതുപോലെ അടുത്ത 10ന്റെ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 10 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന ഒരു സംഖ്യയുടെ യൂണിറ്റ് പ്ലേസിൽ എപ്പോഴും 0 ആയിരിക്കും. 10, 20, 30 എന്ന് പറയുന്ന 0 ആയിരിക്കും അവരുടെ യൂണിറ്റ് പ്ലേസ് വരുന്നത്. ഈ പറയുന്ന 3 സംഖ്യകളുടെ എന്താണ് ഡിവിസിബിലിറ്റി റൂളും നമുക്ക് ഈ ഹരണ പട്ടികയിൽ നിന്ന് കിട്ടും. ഈ ഹരണ പട്ടികയിൽ നിന്ന്, അതായത് ഡിവിഷൻ ചാർട്ടിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2, 5, 10 എന്നീ 3 സംഖ്യകളുടെ ഡിവിസിബിലിറ്റി റൂള് കിട്ടുന്നുണ്ട്. ഹരണഫലം എളുപ്പത്തിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ ഓരോന്നിൻ്റെ ഹരണഫലം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ നടുക്ക് വന്നിരിക്കുന്നത് ഡിവിഡൻഡ് ആണ്, അതിനെ ഹാര്യമെന്നും ഈ മോളിൽ ലെഫ്റ്റ് ടു റൈറ്റ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഡിവൈസറാണ്, അതിനെ ഹാരകമെന്നും അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ ഹാര്യത്തെ ഹാരകം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം നമ്മൾ എന്താണ്? ഹരണഫലവും എന്ന് പറയുന്നത്. അതായത് ഡിവൈസർ, ഡിവിഡൻഡ്, കോഷ്യന്റ്. ഓക്കെ ആണല്ലോ.
സോ ഇന്ന് 3 നമ്പർ ചാർട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തേത് അഡിഷൻ ചാർട്ട്, രണ്ടാമത്തേത് മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട്, മൂന്നാമത്തേത് ഡിവിഷൻ ചാർട്ട്. ഇനിയും ഇതുപോലുള്ള നമ്പർ ചാർട്ട്സ് ഞാൻ വരും വീഡിയോകളിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. സോ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.